സർക്കാർ പദ്ധതികളെയെല്ലാം പ്രകീർത്തിച്ച് രാഷ്ട്രപതി നടത്തിയ അഭിസംബോധനയോടെ പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് തുടക്കമായി. വ്യാജ വാഗ്ദാനങ്ങളാണ് രാഷ്ട്രപതിയുടെ പ്രസംഗത്തിൽ നിറയെ. പ്രസംഗം തീരുമ്പോഴേക്കും പാവം ക്ഷീണിച്ചു പോയി എന്ന സോണിയാഗാന്ധിയുടെ പരാമർശവും വിവാദമായിട്ടുണ്ട്. കടുത്ത അതൃപ്തി അറിയിച്ച് രാഷ്ട്രപതി ഭവനും സോണിയുടെ മാപ്പ് ആവശ്യപ്പെട്ട് BJPയും രംഗത്ത് വന്നു. Usual false promises. She was getting very tired by the end. Repeating the same thing again and again. No, she could hardly speak, poor thing. രാഷ്ട്രപതിയുടെ പ്രസംഗം കഴിഞ്ഞ് പാർലമെന്റിന് പുറത്തിറങ്ങിയപ്പോഴാണ് സോണിയാഗാന്ധിയുടെ പ്രതികരണമുണ്ടായത്. പാവം പ്രസംഗം കഴിയുമ്പോഴേക്ക് ക്ഷീണിച്ചു പോയി എന്ന പ്രയോഗം വളരെ പെട്ടെന്ന് തന്നെ വൻ വിമർശനത്തിന് വഴിവെച്ചു. ആദ്യം BJP MPമാരും പിന്നാലെ രാഷ്ട്രപതി ഭവനും തന്നെ പ്രതിഷേധിച്ചു. കോൺഗ്രസിന്റെ രാജകുടുംബം രാഷ്ട്രപതിയെ അപമാനിച്ചുവെന്ന് പ്രധാനമന്ത്രി. एक आदिवासी बेटी का बोलना इनको बोरिंग लगता है. ये देश के 10 करोड़ आदिवासी भाई बहनों का अपमान है. ये देश के हर गरीब का अपमान है. രാഷ്ട്രപതിയുടെ അന്തസ്സിനെതിരായ പ്രസ്താവനയാണ് ചില കോൺഗ്രസ് നേതാക്കന്മാരിൽ നിന്ന് ഉണ്ടായത്. പ്രസംഗത്തിന്റെ ഒരു ഘട്ടത്തിലും രാഷ്ട്രപതി തളർന്നിട്ടില്ല. പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങൾക്കും സ്ത്രീകൾക്കും കർഷകർക്കും വേണ്ടി സംസാരിക്കുന്നത് രാഷ്ട്രപതിക്ക് ഒരിക്കലും മടുക്കില്ല എന്ന് രാഷ്ട്രപതി ഭവൻ വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. എന്നാൽ പ്രസംഗം കഴിയുമ്പോഴേക്ക് രാഷ്ട്രപതി ക്ഷീണിച്ചു എന്ന് മാത്രമേ സോണിയാഗാന്ധി ഉദ്ദേശിച്ചുള്ളൂ. മാധ്യമങ്ങൾ പ്രസ്താവന വളച്ചൊടിച്ചുവെന്നും പ്രിയങ്ക ഗാന്ധി വിശദീകരിച്ചു. നേരത്തെ ഇരുസഭകളെയും അഭിസംബോധന ചെയ്ത് സംസാരിച്ച രാഷ്ട്രപതി വഖഫ് ബില്ല് സർക്കാരിന്റെ പുരോഗമനപരമായ കാൽവെപ്പാണെന്ന് പ്രശംസിച്ചു. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് ബില്ലിന്റെ ഗുണത്തെപ്പറ്റി രാഷ്ട്രപതി പ്രസംഗത്തിൽ പരാമർശിച്ചു. മൂന്നാം മോദി സർക്കാർ 3 ഇരട്ടി വേഗത്തിൽ പദ്ധതികൾ നടപ്പിലാക്കുന്നു. 25 കോടി ജനങ്ങളെ അതിദാരിദ്ര്യത്തിൽ നിന്നും സർക്കാർ കരകയറ്റി. ഇന്ത്യ ഉടൻ 3ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാകുമെന്നും ഇന്ത്യക്കാരൻ വൈകാതെ ബഹിരാകാശത്തെത്തുമെന്നും രാഷ്ട്രപതി. भारत की विकास यात्रा के इस अमृतकाल को आज मेरी सरकार अभूतपूर्व उपलब्धियों के माध्यम से नई ऊर्जा दे रही है. वन नेशन वन इलेक्शन और वक्फ अधिनियम संशोधन जैसे कई महत्वपूर्ण विषयों पर भी सरकार ने तेज गति से कदम आगे बढ़ाए. നാളെ രാവിലെ 11 മണിക്കാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിക്കുക. ബജറ്റിന് മുന്നോടിയായി സാമ്പത്തിക സർവേ റിപ്പോർട്ട് ഇരു സഭകളുടെയും മേശപ്പുറത്ത് വെച്ചു. വയനാടിന് പ്രത്യേക പാക്കേജ് ലഭിക്കുമോ എന്ന് കേരളം പ്രതീക്ഷയോടെ ബജറ്റിനെ നോക്കുന്നുണ്ട്. വഖഫ് ബില്ലിൽ ഉൾപ്പെടെ ശക്തമായ പ്രതിഷേധം ഉയർത്തുമെന്ന് കോൺഗ്രസ് വ്യക്തമാക്കുന്നുമുണ്ട്. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.